ഇന്ത്യയിൽ നിന്നിട്ടും 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDF ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഇനി 62 വയസ്സായ ആൾ ഇനി ബാർഗൈൻ ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതീക സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ വിഷുവോട് എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും അവരുമായിട്ട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രയേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളി തന്നെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനും കാരണം ഞാൻ ഈ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി പോലെ ഈ നിൽക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക് അല്ല, അതിന് ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമലുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, അതൃപ്തി എനിക്കുണ്ട്. അതൃപ്തി നിലവിൽ എനിക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടമ്പോ അല്ലെങ്കിൽ അല്ല, എനിക്കൊന്നും വിലവേശാനൊന്നുമില്ല. ഞാൻ ഇന്ത്യയിൽ നിന്നിട്ടും 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDF ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഇനി 62 വയസ്സായ ആൾ ഇനി ബാർഗൈൻ ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ BJPയുടെ മുമ്പൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാൻ എങ്കിൽ നേടണ്ടേ. അല്ല, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. BSTP നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതിനിധി സഭയ്ക്ക് നിങ്ങളെല്ലാവരും വന്നിരുന്നു. അന്ന് നമ്മൾ 3000 പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി BJP ആയിട്ട് അകലം പാലിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അത് തിരിച്ചിട്ടില്ലല്ലോ, എടുത്തിട്ടില്ലല്ലോ. BJP ആയിട്ട് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഇല്ല, പാർട്ടിയെ അത്തരത്തിൽ നമ്മളെ പാർട്ടിയുടെ ആളുകൾ സജീവമായിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതുമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഇത്തിരിയും രൂപയൊക്കെ ചില കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളിൻ്റെ വോട്ട് വേറെ കൊടുക്കുമ്പോൾ അയാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം പരിശോധിക്കാമെന്ന് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കുമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യവും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഞങ്ങൾ 3-ാം സ്ഥാനമാണ് ഓരോ പഞ്ചായത്തിലും. BJP 4-ാം സ്ഥാനത്താണ്. അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. ഞങ്ങൾ കൂട്ടുമുന്നണിയിൽ അങ്ങനെ കടന്ന് എന്തെങ്കിലും നേടാൻ നിൽക്കുന്നവരല്ല. മത്സരിച്ചിട്ടുണ്ട്. അത് അന്ന് കള്ളിക്കാട് ബ്ലോക്ക് അല്ലേ, കള്ളിക്കാട് ബ്ലോക്കിൽ അവർ 4-ാം സ്ഥാനം, ഞങ്ങൾ 3-ാം സ്ഥാനമാണ്. ഇയാളാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ മത്സരിക്കണമെങ്കിലും അങ്ങനെ ബാക്ക് സപ്പോർട്ടൊക്കെ ഈ പാർട്ടിക്കുണ്ട്. മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അല്ല, ഞാൻ അതിൽ പോകുന്ന കാര്യം തള്ളു തന്നെ. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയമുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അതിനെല്ലാം പരിഹാരം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഉടനെ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചിട്ടുമില്ല. അല്ല, ഞാൻ ഇതിന് മാനസികമായി എനിക്ക് യോജിപ്പുണ്ട്. ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഈ 15 വയസ്സ് മുതൽ ഈ 62 വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ സംഘം RSS പോലുള്ളതിൽ എനിക്ക് കടപ്പാടുണ്ട്. അതിനെയൊക്കെ ലംഘിച്ചു പോകാനുള്ള അതിനേക്കാൾ വലിയ സംവിധാനം ഇവർ ഒരുക്കും എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് എനിക്ക് MLA ആവണോ MP ആണോ, ഞാനിതാ
ഈ ചാനലിൽ കൂടി അത് പറയാണ് 62 വയസ്സായി ഞാൻ ഒരിടവും മത്സരിക്കില്ല.